CPM-ൽ ചേർന്ന യുവാവിനെതിരായ കഞ്ചാവ് കേസ് കള്ളക്കേസാണെന്ന CPM ആരോപണം തള്ളി എക്സൈസ് റിപ്പോർട്ട്. യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി. അതേസമയം ചുമത്തിയത് കള്ളക്കേസാണെന്ന് കാണിച്ച് യദുകൃഷ്ണൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, യുവമോർച്ചയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി തന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നടക്കം പറഞ്ഞ് കള്ളക്കേസ് ചുമത്തി എന്നുള്ളതാണ് യദുവിന്റെ വാദം. അങ്ങനെയല്ല, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് കഞ്ചാവ് അടക്കം പിടികൂടിയത് എന്നുള്ളതാണ് എക്സൈസിന്റെ റിപ്പോർട്ട്. ഇതിപ്പോ രണ്ടു വഴിക്ക് നിയമം മുന്നോട്ട് പോവുകയാണോ? പാർട്ടി ഏരിയ സെക്രട്ടറി SP സഞ്ജുവിന്റെ വിശദീകരണത്തിലാണ് കേസ് കള്ളക്കേസാണെന്നും യദുവിന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നും RSS യുവമോർച്ച ബന്ധമുള്ള അസീസ് എന്ന ഉദ്യോഗസ്ഥൻ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ എന്ന ആരോപണമാണ് ഏരിയ സെക്രട്ടറി ഉന്നയിച്ചത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉന്നത തസ്തികയിലുള്ള ആളുകൾക്ക് അയച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ബുധനാഴ്ച നടത്തിയ റെയ്ഡിൽ യദുകൃഷ്ണന്റെ കയ്യിൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു. ഒപ്പം തന്നെ ഇത് പുകവലിക്കാൻ വേണ്ടി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ പുകവലിക്കാൻ വേണ്ടി കയ്യിൽ കരുതിയ ഉപകരണം കൂടി കണ്ടെടുത്തതായും എക്സൈസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. അതേസമയം തന്നെ തനിക്കെതിരായ കുറ്റം കേസ് എന്നുള്ളത് കെട്ടിച്ചമച്ചതാണെന്നും തന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചില്ല എന്നുള്ള വിഷയം കൂടി പരാമർശിച്ചുകൊണ്ടുള്ള പരാതി യദുകൃഷ്ണൻ പോലീസ് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ CPM ഏരിയ സെക്രട്ടറിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം വന്ന ശേഷമാണ് സമാന ഉള്ളടക്കത്തോടു കൂടിയുള്ള പരാതി പോലീസിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. കഞ്ചാവ് കേസ് കള്ളക്കേസാണെന്ന് യദുവിന്റെ വാദം, അങ്ങനെയല്ല എന്ന് എക്സൈസിന്റെ റിപ്പോർട്ട്.